നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ പ്രവാസികളെ സംബന്ധിച്ച് ഇനി കടന്നു വരുന്നത് നിർണായക ദിനങ്ങളാണ്. എന്തെന്ന് വെച്ചാൽ അന്തരീക്ഷ താപനില ഉയരുകയാണ്. ഇതോടെ തൊഴിലിൽ ഏർപ്പെടുന്ന പ്രവാസികൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. യുഎഇയിൽ ഇന്ന് പകൽ അന്തരീക്ഷ താപനില പരമാവധി 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇപ്പോൾ തന്നെ കനത്ത ചൂടിൽ പ്രവാസികൾ വലഞ്ഞിരിക്കുകയാണ്. ഇനിയും വരും ദിനങ്ങളിലും ഇത്തരത്തിൽ ചൂട് കൂടിയാൽ ഇത് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. രാജ്യത്തുടനീളം ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെങ്കിലും 34 മുതൽ 40 വരെയായിരിക്കും വിവിധ പ്രദേശങ്ങളിലെ പരമാവധി താപനില. ഇത് അസഹനീയമായ അന്തരീക്ഷ താപനിലയാണ്. അതിനാലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 40.5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തിയിരുന്നു. അൽ ഐനിലെ സ്വൈഹാനിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:45 ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത്. ഇന്ന് കുറഞ്ഞ താപനില 18-നും 24-നും ഇടയിലായിരിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം അൽ ഐനിലെ അൽ റക്നയിലായിരുന്നു രാജ്യത്തെ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയത്. പുലർച്ചെ 6:30 ഇവിടെ 11.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്തരീക്ഷ താപനില. അടുത്ത ദിവസങ്ങളിലും പകൽ സമയങ്ങളിൽ ശക്തമായ ചൂടും രാത്രിയിൽ അന്തരീക്ഷ ആർദ്രത കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ മണിക്കൂറിൽ 10 മുതൽ 20 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതായി പറയുന്നുമുണ്ട്. മാത്രമല്ല, കാറ്റിന്റെ വേഗത പരമാവധി 30 കിലോമീറ്ററായി ഉയരാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലും പൊതുവെ ശാന്തമായിരിക്കും. അതേസമയം യുഎഇയിൽ തണുപ്പുകാലം അവസാനിക്കുന്നതിന്റെ സൂചന നൽകി അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. താപനില വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോറോളജി അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. താപനില 40 ഡിഗ്രി സെൽഷ്യസ് മറികടക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അബുദാബിയിലായിരിക്കും ചൂട് കൂടുതലെന്നാണ് പ്രവചിച്ചിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.